പ്രിയപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്ത്, സ്കൂൾ കാലം മുതലുള്ള സുഹൃത്ത് പമ്പ വാസൻ നായർ, ആദരണീയനായ വനം വന്യജീവി വകുപ്പ് മന്ത്രി, മന്ത്രിസഭയിലെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട ശ്രീ എ കെ ശശീന്ദ്രൻ, ബഹുമാന്യനായ ശ്രീ പി സുനീർ MP, ബഹുമാന്യനായ ശ്രീ പി മമ്മിക്കുട്ടി MLA, ആദരണീയനായ ശ്രീ PK കൃഷ്ണദാസ്, ആദരണീയനും അഭിവന്ദ്യനുമായ അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, ബഹുമാന്യനും പ്രിയ സുഹൃത്തുമായ ശ്രീ ലാൽ ജോസ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരീ സഹോദരന്മാരെ, CMN ട്രസ്റ്റിൻ്റെ എ ഹോം ഓഫ് യുവർ ഓൺ എന്ന പദ്ധതി വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. ഈ വേദിയും സദസ്സും വളരെ പ്രൗഢമാണ്, സമ്പന്നമാണ്. ഈ വേദിയെയും സദസ്സിനെയും സാക്ഷി നിർത്തി ഈ പദ്ധതിക്ക്, എ ഹോം ഓഫ് യുവർ ഓൺ എന്ന പദ്ധതിക്ക് എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഈ പരിപാടി പങ്കെടുക്കുന്നത് അനേകം ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുന്നത് പോലെ വെറുമൊരു മന്ത്രിയായിട്ടല്ല. ഇവിടെ പമ്പ പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് എന്ന്. എൻ്റെ ചളവറ ഹൈസ്കൂളിൽ, അന്നത്തെ ഹൈസ്കൂൾ, ഇന്നത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ എൻ്റെ ഒരു ക്ലാസ് സീനിയറായിട്ടാണ് പമ്പ പഠിച്ചത്. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾക്കാർക്കൊരു തെറ്റിദ്ധാരണയും വേണ്ട, അദ്ദേഹത്തിന് അത്രയൊന്നും പ്രായമില്ല, എന്നേക്കാൾ ഒരു വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ വ്യവസായിയാണ്, ബിസിനസ്സുകാരനാണ് ഒക്കെ ആയതുകൊണ്ട് വളരെ മുതിർന്ന ഒരാളാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ ചെറുപ്പമായതുപോലെ തന്നെ അതിനേക്കാൾ ഒരു വയസ്സേ അദ്ദേഹത്തിനുള്ളൂ എല്ലാവരെയും മനസ്സിലാക്കിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ചളവറ സ്കൂളിൽ നിന്നുള്ള ഒരു ബന്ധമാണ്. പിന്നീട് രണ്ടുപേരും രണ്ട് വഴിക്കാണ്. അദ്ദേഹം ഇന്ന് വളരെ ഉയർന്ന ഒരു ബിസിനസ്സുകാരൻ, വ്യവസായി എന്നീ നിലയിലെല്ലാം വളരെ ഉന്നതമായിട്ടുള്ള നിലയിലെത്തി. പമ്പയുടെ ഒരു പ്രത്യേകത അപ്പോഴും പിറന്ന നാടിനെയും ചുറ്റുമുള്ള മനുഷ്യരെയും മറന്നില്ല എന്നതാണ്. ഇത്രമാത്രം സ്വന്തം നാടിനെ, ലോകത്തെവിടെയാണെങ്കിലും സ്വന്തം നാടിനെ കുറിച്ച് ഓർമ്മിക്കുകയും കരുതൽ പുലർത്തുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് അധികം കാണാനാവില്ല. പഴയ വ്യക്തി ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ അതുപോലെ ഇപ്പോഴും അദ്ദേഹം സംരക്ഷിക്കുന്നു. നാട്ടിൽ തന്നെ വീട് വെച്ച് താമസിക്കണം എന്ന ആഗ്രഹം, അത് പമ്പയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് പമ്പയോട് ചോദിക്കാറുണ്ട്, എന്താണ് പരിപാടി? അദ്ദേഹം പറയും, നാട് വിട്ടിട്ടുള്ളൊരു കളിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. വേറൊരു പ്രത്യേകത അച്ഛനോടും അമ്മയോടുമുള്ള അങ്ങേയറ്റത്തെ ആദരവും അവരെക്കുറിച്ചുള്ള അഭിമാനവുമാണ്. അത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും അതെനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ ഒരു ട്രസ്റ്റ് ആരംഭിച്ചതും ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. പമ്പനോട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഞങ്ങളിത് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. പമ്പ പറഞ്ഞത് ഇതിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചത് അച്ഛനും അമ്മയുമാണ് എന്നുള്ളത്. വീട്ടിൽ ആര് വന്നാലും ഭക്ഷണം കഴിക്കാതെ പോകാൻ അമ്മ അനുവദിക്കാറില്ല എന്ന കാര്യം പലപ്പോഴും പമ്പ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പോകാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് പമ്പ പറഞ്ഞിട്ടുള്ളത്. അപ്പം അവരിൽ നിന്ന് പകർന്നു കിട്ടിയ നല്ല ശീലങ്ങളാണ് ഇപ്പോൾ താൻ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് എപ്പോഴും അദ്ദേഹം പറയാറുണ്ട്. ഈ പദ്ധതിയിൽ എൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള ഒരാളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചതാണ്. വിളിച്ച സമയത്ത് പറഞ്ഞു, അർഹരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ രാജേഷ് പറഞ്ഞോളൂ, നമുക്ക് ഉൾപ്പെടുത്താം.
അപ്പോൾ വാട്സാപ്പിലാണ് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ. അപ്പോൾ ഞാൻ വളരെ അർഹനായിട്ടുള്ള ഒരാളുടെ കാര്യം വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അടുത്ത സെക്കൻഡിൽ തന്നെ എനിക്ക് ഒരു തമ്പ് മറുപടിയായിട്ട് വന്നു, നമുക്ക് തീർച്ചയായിട്ടും ഉൾപ്പെടുത്താം, ഇദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്താം എന്ന് മറുപടിയും വരികയുണ്ടായി. അപ്പം ഞങ്ങൾ തമ്മിൽ ഇത്രയും കാലത്ത് ഒറ്റ സൗഹൃദവും ബന്ധമൊക്കെ ഉണ്ടെങ്കിലും എനിക്കത് പോരാന്ന് തോന്നിയിട്ട് ഞാനൊന്ന് ഫോണിൽ വിളിച്ചു. അപ്പോൾ ഇയാളോട് പറയാമല്ലോ അല്ലേ എന്ന് വെച്ചു. അവർ ഇപ്പം തന്നെ പറഞ്ഞോളൂ, നമ്പർ ഉണ്ടെങ്കിൽ തന്നാൽ ഞാൻ വിളിച്ച് പറയാം എന്ന്. അപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിന് വിവരം കൊടുത്തു, നമ്പറും കൈമാറി പമ്പയും അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവം, ഒരു സന്നദ്ധത പമ്പയുടെ പ്രത്യേകതയാണ്. ചുറ്റുമുള്ള മനുഷ്യരെ, വിഷമിക്കുന്നവരെ ചേർത്ത് പിടിക്കാനും സഹായിക്കാനുമുള്ള ഒരു മനോഭാവം. എന്നോട് നാരായണേട്ടൻ ഇവിടെ ഉണ്ട്, ബഹ്റിനിലെ പ്രവാസി മലയാളികൾക്കെല്ലാം സുപരിചിതനായിട്ടുള്ള നാരായണേട്ടനുണ്ട്. ഇപ്പോൾ ഒരിക്കൽ ബഹ്റിനിൽ പോയപ്പോൾ നാരായണേട്ടനാണ് എന്നെ പമ്പയുടെ വീട്ടിൽ കൊണ്ടുപോയത്. അപ്പോൾ ഒരു സന്ദർഭത്തിൽ ഈ കാര്യം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ടിട്ടു. അപ്പോൾ അത് വാർത്തയൊക്കെ ആയി പത്രങ്ങളിൽ. അപ്പോൾ നാരായണേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, പമ്പ ഇങ്ങനെ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും പുറത്തു വന്നിട്ടില്ല എന്നേ ഉള്ളൂ, നിങ്ങളൊരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് അതിപ്പോൾ വാർത്തയായി എന്ന് നാരായണേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്, വേദിയിൽ ഇരിപ്പുണ്ട്, കണ്ണൂരിൽ നിന്ന് വന്നതാണ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പമ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ വൈപുല്യം എത്രയാണ് എന്ന് നാരായണേട്ടനാണ് എന്നോട് പറഞ്ഞത്. ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതൊന്നും ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. എന്തായാലും നന്നായി എന്നാണ് അന്ന് നാരായണേട്ടൻ പറഞ്ഞത്. തൊട്ട് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് അടുത്ത മെസ്സേജ് പമ്പയുടേത് എത്തി. അപ്പോൾ പമ്പ പറഞ്ഞു, ഞാനൊരു ചെക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു, അതിന് വാർത്തയൊന്നും ആവണമെന്നില്ല. പക്ഷെ അപ്പം ഞാനാണ് പറഞ്ഞത്, അതൊരു വാർത്തയാവുന്നത് നല്ലതാണ്, കാരണം കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ അതൊരു പ്രേരണയാവും എന്ന് ഞാനാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അന്ന് 10 ലക്ഷം രൂപയുടെ ചെക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അദ്ദേഹം കൈമാറിയത്. ഒപ്പം 5 പേർക്ക് അല്ലേ, 5 പേർക്ക്, അർഹരായ ആളുകളെ സർക്കാർ കണ്ടെത്തുന്ന 5 പേർക്ക് വീടും അവിടെ വെച്ചു കൊടുക്കാം എന്ന വാഗ്ദാനവും അദ്ദേഹം നൽകുകയുണ്ടായി. ഇത് ആദ്യത്തേതല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ പദ്ധതി ആദ്യത്തേതല്ല. ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രയാസമനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള ഇടപെടലുകളും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. നാട്ടിൽ ഇപ്പോൾ ഒരു വിപുലമായ ചടങ്ങായിട്ട് ഇതാദ്യമായിട്ട് നടക്കുന്നു എന്നതാണ് പ്രത്യേകത. ഈ പദ്ധതിക്ക് മാത്രമല്ല, ഇതുപോലുള്ള സമാനമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പമ്പയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. അതിൻ്റെ പ്രയോജനം നമ്മുടെ നാടിന്, ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ലഭിക്കുമെന്നത് സന്തോഷകരമാണ്. എല്ലാ വിഭാഗം ആളുകളെയും വളരെ സമഭാവനയോട് കൂടിയിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പോൾ വളരെ വളരെ സന്തോഷത്തോടു കൂടി, അതാണ് ഞാൻ പറഞ്ഞത്, പല പരിപാടികളിലും മന്ത്രിമാരൊക്കെ ആകുമ്പോൾ ഞാനും ശശിയേട്ടനൊക്കെ പങ്കെടുക്കാറുണ്ട്, അനേകം പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്ന എണ്ണമറ്റ പരിപാടികളിൽ ഒന്നായിട്ടല്ല ഞാൻ കാണുന്നത്. ഒരു ഉറ്റ സുഹൃത്തിൻ്റെ ഒരു കുടുംബത്തിലെ പരിപാടി എന്നതുപോലെ അദ്ദേഹം ഒരു വീട് വെച്ച് കഴിഞ്ഞ ദിവസം ഹൗസ് വാമിംഗ് നടത്തിയത്, അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വീടുകൾ അദ്ദേഹം നിർമ്മിച്ചു കൊടുക്കുന്നത്. ആ വീട്ടിൽ ഞാനിതുവരെ പോയിട്ടില്ല. പുതിയ വീട്ടിൽ ഹൗസ് വാമിങ്ങിനും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ആ വീട്ടിലും പങ്കെടുത്തിട്ടില്ല. പക്ഷേ അതിൻ്റെ കുറവ് ഇതിൽ നികത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കുടുംബ പരിപാടി എന്ന നിലയിൽ കൂടിയാണ് ഞാനിതിനെ കാണുന്നത്. ആ സന്തോഷം, അഭിമാനം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യം.